എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. വിവിധ മത്സര പരീക്ഷകളുടെ കാലഘട്ടമാണല്ലോ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രധാനപ്പെട്ട മാത്സ് ട്രിക്കുകളും ഫോർമുലകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ റിവിഷൻ, ഒരു ക്യാപ്സൂൾ രൂപത്തിൽ ആക്കി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്പർ സിസ്റ്റത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാം. പൂജ്യം എന്ന സംഖ്യയുടെ പ്രത്യേകതകൾ എന്തെല്ലാം നോക്കാം. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യയാണ് പൂജ്യം. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൂടെ ഉൾപ്പെടുത്തിയാൽ അഖണ്ഡ സംഖ്യകളായി, ഹോൾ നമ്പേഴ്സ്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0 പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത പൂർണ്ണസംഖ്യയാണ്. 0 പോസിറ്റീവോ അല്ല നെഗറ്റീവോ അല്ല. ഇനി പൂജ്യത്തിന്റെ സങ്കലന വിപരീതം അല്ലെങ്കിൽ അഡിക്റ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. പൂജ്യത്തിന്റെ സങ്കലന വിപരീതം 0 തന്നെയാണ്. പൂജ്യത്തിന്റെ സങ്കലന വിപരീതം അഡിക്റ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാല് 0 തന്നെയാണ്. ഒരു സംഖ്യയുടെ കൂടെ 0 കൂട്ടുമ്പോൾ 0 കിട്ടുന്നു. 0 ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. 0 ഈസ് നെയ്തർ പ്രൈം നമ്പർ നോർ കോമ്പസിറ്റ് നമ്പർ. ഭാജ്യസംഖ്യയല്ല, അഭാജ്യസംഖ്യയല്ല. 0 കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. അഖണ്ഡ സംഖ്യകൾ, ഹോൾ നമ്പേഴ്സ് നോക്കാം. 0, 1, 2, 3, 4, 5 എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൊണ്ട് ഉൾപ്പെടുത്തിയാൽ അഖണ്ഡ സംഖ്യകളായി, ഹോൾ നമ്പേഴ്സായി. ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ n × n-1/2. ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ പറയാം 10 × 9/2. 10 അതിൻ്റെ കൂടെ ഒന്നുകൂടെ കുറച്ചിട്ട് 90/2 45. ആദ്യത്തെ 50 അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ 50 × 50-1/2. 50 × 49/2. അത് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചെങ്കിലും ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാലും ആദ്യത്തെ സംഖ്യ 0 ആയതുകൊണ്ട് 0 ആയിപ്പോ. എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ തുകയായി ചോദിച്ചെങ്കിൽ 25 × 24/2 n × n-1/2. ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചെങ്കിൽ ഗുണനഫലം എപ്പോൾ ചോദിച്ചാലും ആദ്യത്തെ അഖണ്ഡ സംഖ്യകൾ ചോദിച്ചാൽ 0 ആയി പോകും. കാരണം ആദ്യത്തെ അഖണ്ഡ സംഖ്യ 0 ആണ്. ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം 0. ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം 0. ആദ്യം 0 ആയതുകൊണ്ട് അത് ഇൻറ്റു ചെയ്യുമ്പോൾ മൊത്തം അങ്ങ് 0 ആയിപ്പോ. വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്താന്ന് നോക്കാം. എക്സിന്റെ വ്യുൽക്രമം ഏതാണ്, എക്സിന്റെ റെസിപ്രോക്കൽ ഏതാന്ന് ചോദിച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ x/1 ആണ്. അത് നേരെ തിരിച്ചിടുക. എക്സിന്റെ വ്യുൽക്രമം ഏതാണ് 1/x, x/1. വെറും എക്സ് എന്ന് പറയാം x/1. 10ന്റെ വ്യുൽക്രമം ചോദിച്ചാൽ 10 10/1 ആണ്. അത് തിരിച്ചിടുക 1/10. -1/5ന്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ എത്രാന്ന് ചോദിച്ചാല് അത് മൈനസ് ചിഹ്നം അങ്ങനെ തന്നെ ഉണ്ടാവും. -1/5 അങ്ങ് തിരിച്ചിടുക 5/1. രണ്ട് സംഖ്യകളുടെ തുക 0 ആയാൽ ഒരു സംഖ്യ മറ്റേ സംഖ്യയുടെ സങ്കലന വിപരീതം അഥവാ അഡിക്റ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും. അതായത് 1/5ന്റെ അഡിക്റ്റീവ് ഇൻവേഴ്സ് ഏതാണ് -1/5. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0 വരും, ക്യാൻസൽ ആയിപ്പോ. -2 + 2 2 -2ന്റെ സങ്കലന വിപരീതമാണ്. തിരിച്ച് -2 2ന്റെ സങ്കലന വിപരീതമാണ്. സങ്കലനം എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. -2ന്റെ കൂടെ +2 കൂട്ടിയാൽ 0 കിട്ടുന്നത്. -2ന്റെ സങ്കലന വിപരീതം അതോ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ +2. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണം. 1/5ന്റെ സങ്കലന വിപരീതം ചോദിച്ചാൽ -1/5. -1/3യുടെ സങ്കലന വിപരീതം ചോദിച്ചാൽ അതിന്റെ നേരെ എതിർചിഹ്നം +1/3. രണ്ടും കൂടെ ക്യാൻസൽ ആകണം. ഘടകങ്ങളെ ഫാക്ടേഴ്സ്, ഗുണിതങ്ങൾ, മൾട്ടിപ്പിൾസ് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ ഇത് സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ സാധാരണ കണ്ടുവരാറുണ്ട്. ഘടകങ്ങൾ, 2ന്റെ ഘടകങ്ങൾ എന്ന് പറയാൻ 1ഉം 2ഉം. അതായത് 1ന്റെയും 2ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണനപ്പട്ടിക എഴുതിയാൽ 2 കിട്ടും. 3ന്റെ ഘടകങ്ങൾ, 3ന്റെ ഫാക്ടേഴ്സ് 1ഉം 3ഉം. 10ന്റെ ഘടകങ്ങൾ 1, 2, 5, 10. അതായത് 2, 5, 10. ഇപ്പൊ 2ഉം 5ഉം അതിന്റെ ഘടകങ്ങളാണ്. 1, 10, 10. 1 × 10 10. 1ഉം 2ഉം 5ഉം 10ഉം അതിന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങളാണ്. 12ന്റെ ഘടകങ്ങളോ 1ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും 1, 2, 2, 6, 12. അപ്പൊ 2ഉം 6, 3, 4, 6 ഉണ്ട് ഇവിടെ. പന്ത്രണ്ടിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 12. 20ന്റെ ഘടകങ്ങളോ 1, 2, 4, 5, 10, 20. 20ന്റെ ഘടകങ്ങൾ. ഇനി ഗുണിതങ്ങൾ നോക്കാം. മൾട്ടിപ്പിൾസ് 2ന്റെ ഗുണിതങ്ങൾ, 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെല്ലുമ്പോൾ കിട്ടുന്ന എഴുതിയാൽ മതി. 2, 2, 4, 2, 1, 2, 2, 2, 4, 2, 3, 6. അതായത് 2, 4, 2 × 1 ആദ്യത്തെ ഗുണിതം, 2 × 2 രണ്ടാമത്തെ ഗുണിതം, 2 × 3 മൂന്നാമത്തെ ഗുണിതം. അങ്ങനെ 2, 4, 6, 8, 10 എക്സെട്ര.
ഇനി മൂന്നിന്റെ ഗുണിതങ്ങളോ, മൂന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെല്ലുന്നത് 3 1 3 3 ഗുണം 1 3, അതാണ് ആദ്യത്തെ മൾട്ടിപ്പിൾ, ആദ്യത്തെ ഗുണിതം. 3 ഗുണം 2 അടുത്ത മൾട്ടിപ്പിൾ 6, 3 ഗുണം 3 അതിന്റെ അടുത്ത മൾട്ടിപ്പിൾ. അങ്ങനെ 12ന്റെ ഗുണിതങ്ങളോ, 10ന്റെ ഗുണിതങ്ങളോ 10 ഗുണം 1 10 ഗുണം 2 10 ഗുണം 3 10 ഗുണം 4 അങ്ങനെ അങ്ങോട്ട് പോകും. അതായത് 10 20 30 40 50 അങ്ങനെ. ഇനി 12ന്റെ ഗുണിതങ്ങളോ, 12 1 12 12 2 24 12 3 36 12 4 48 12 24 36 48 1 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു. തന്നിരിക്കുന്ന സംഖ്യ 1 കൊണ്ട് 2 കൊണ്ട് 3 കൊണ്ട് 4 കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഗുണിക്കുന്നതിന് നമ്മൾ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. 20ന്റെ ഗുണിതങ്ങളോ, 20 ഗുണം 1 20 22 40 23 60 24 80 അതായത് 20 40 60 80 അങ്ങനെ അങ്ങോട്ട് പോകും. പ്രൈം നമ്പേഴ്സ് ഭാജ്യസംഖ്യകൾ, കോമ്പോസിറ്റ് നമ്പേഴ്സ് ഭാജ്യസംഖ്യകൾ അതെന്താന്ന് നോക്കാം. 2 3 5 7 11 13 17 19 എക്സെട്ര. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഈ സംഖ്യകൾക്ക് ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഈ സംഖ്യകൾക്ക് 2ന്റെ ഘടകങ്ങൾ 1 2, 3ന്റെ ഘടകങ്ങൾ 1 3, 5ന്റെ ഘടകങ്ങൾ 1 5, 7ന്റെ ഘടകങ്ങൾ 1 7, 11ന്റെ ഘടകങ്ങൾ 1 11, ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങൾ. 13ന്റെ ഘടകങ്ങൾ 1 13, 17ന്റെ ഘടകങ്ങൾ 1 17. കോമ്പോസിറ്റ് നമ്പേഴ്സ് അങ്ങനെയല്ല, 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. 4ആണ് ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ. അതായത് അതിന് 1 2 4 എന്നീ ഘടകങ്ങളുണ്ട്, 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. 6ന്റെ ഘടകങ്ങൾ 1ന്റെ ടേബിൾ എല്ലാം കിട്ടും, 2ന്റെ ടേബിൾ 2 ഗുണം 3 6, അപ്പൊ 2 3 അതിന്റെ ഘടകങ്ങളാണ്. 1 2 3 6. 8ന്റെ ഘടകങ്ങൾ ഏതൊക്കെ? 1 2 4 8. 9ന്റെ ഘടകങ്ങൾ ഏതൊക്കെ? 1 3 9. വ്യത്യസ്ത ആക്കി വെക്കേണ്ട സർവ്വസമവാക്യങ്ങൾ ആൾജിബ്രൈക് ഐഡന്റിറ്റീസ്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ സമയം a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ സമയം a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി സമം a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. a ക്യൂബ് പ്ലസ് ബി ക്യൂബ് സമം a പ്ലസ് ബി ഇൻറ്റു a സ്ക്വയർ പ്ലസ് ab പ്ലസ് ബി സ്ക്വയർ. a ക്യൂബ് മൈനസ് ബി ക്യൂബ് സമം a മൈനസ് ബി ഇൻറ്റു a സ്ക്വയർ പ്ലസ് ab പ്ലസ് ബി സ്ക്വയർ. ഇത് ബൈ ഹാർട്ട് ആക്കി വെക്കുക. എപ്പോഴും സ്ഥിരം ചോദിച്ച് കാണാറുള്ള ചോദ്യങ്ങളാണിത്. റൂട്ട് ഓഫ് 12 മൈനസ് റൂട്ട് ഓഫ് 12 മൈനസ് റൂട്ട് ഓഫ് 12 ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇങ്ങനെ വന്നാല് 12ന്റെ തൊട്ടടുത്തടുത്തുള്ള 2 ഘടകങ്ങൾ എഴുതുക. 6ഉം 2ഉം എഴുതരുത്, തൊട്ടടുത്തടുത്തുള്ള. ഇവിടെ 3ഉം 4ഉം എടുക്കാം, അതിൽ ചെറിയ സംഖ്യ ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. റൂട്ട് ഓഫ് 20 മൈനസ് റൂട്ട് ഓഫ് 20 മൈനസ് റൂട്ട് ഓഫ് 20. അപ്പൊ 10ഉം 2ഉം എടുക്കരുത് ഘടകങ്ങള്, 5ഉം 4ഉം. അപ്പൊ 4ഉം 5ഉം എടുക്കാം, അതിലെ ചെറിയ സംഖ്യ ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. 4ഉം 5ഉം ഉള്ളതിൽ 4. അതുപോലെ റൂട്ട് ഓഫ് 30 മൈനസ് റൂട്ട് ഓഫ് 30 മൈനസ് റൂട്ട് ഓഫ് 30 മൈനസ് എക്സെട്ര ഇങ്ങനെ വന്നാല് 10 3 എടുക്കരുത് ഘടകം. ഇവിടെ അടുത്തടുത്ത ഘടകങ്ങൾ എടുക്കാം, അടുത്തടുത്ത സംഖ്യകൾ. 5 6 അതിലെ ചെറിയ സംഖ്യ ആയിരിക്കും ഇതിന്റെ ഉത്തരം. ഒരു സാധനത്തിന്റെ വില x% വർദ്ധിപ്പിച്ച് y% കൂട്ടിയാൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം x പ്ലസ് വൈ പ്ലസ് xy/100 ആയിരിക്കും. ഒരു സാധനത്തിന്റെ വില x% വർദ്ധിപ്പിച്ച് y% കുറച്ചാൽ വിലയിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് x മൈനസ് വൈ മൈനസ് xy/100 ആയിരിക്കും. ഈ ഷോർട്ട് കട്ട് ഫോർമുലാസ് ഓർത്തിരിക്കുക. വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ഷോർട്ട് കട്ട് ഫോർമുലാസ് ഓർത്തിരുന്നത്. ഒരു സാധനത്തിന്റെ വില x% വർദ്ധിപ്പിച്ച് x% കുറച്ചാൽ കുറവ് അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത് x²/100% ആയിരിക്കും. ഒരു ഷോർട്ട് കട്ടാണ്. എയുടെ b% എന്ന് പറയുന്നത് ബിയുടെ a% ആയിരിക്കും. ശതമാന രൂപത്തിലുള്ള സംഖ്യ ഭിന്നസംഖ്യ ആക്കുന്നതിനും ദശാംശസംഖ്യ ആക്കുന്നതിനും 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഓർത്തിരിക്കുക. ഭിന്നസംഖ്യയോ ദശാംശ സംഖ്യയോ ശതമാനമാക്കുന്നതിന് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത് രണ്ടും ഓർത്ത് വെക്കുക. ഷോർട്ട് കട്ടാണ്. 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. അത് ബൈ ഹാർട്ട് ആക്കി വെക്കുക. ഇത് സ്റ്റാർട്ട്. ഇനി അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ 6ന്റെ ഗുണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ഷോർട്ട് കട്ട് പറയാൻ. ചില എക്സെപ്ഷണൽ കേസസ് വരും. 6ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെ? 6 1 6, 6 2 12, 18, 6 3 18, 6 4 24, 6 5 30, 6 6 36, 6 7 42, 6 8 48, 6 9 54, 60 60. അങ്ങനെ അതിന്റെ മുൻപും പിൻപും ഉള്ള സംഖ്യകൾ എഴുതും. 6ന്റെ മുൻപുള്ളത് 5, 6 കഴിഞ്ഞുള്ളത് 7. അപ്പൊ ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. 12ന് മുമ്പുള്ള സംഖ്യ 11, 12ന് ശേഷമുള്ള 13. 11ഉം 13ഉം പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. 18, 18ന് മുൻപുള്ള 17, 18ന് ശേഷമുള്ള 19. ഈ 17ഉം 19ഉം പ്രൈം നമ്പേഴ്സാണ്. 24ന് മുമ്പുള്ള 23, 24ന് ശേഷമുള്ള 25. 25 എക്സെപ്ഷണൽ കേസാണ്. 23 പെട്ടെന്ന് കണ്ടുപിടിക്കാനൊരു ഷോർട്ട് കട്ട് മെത്തേഡ്. 23 അഭാജ്യ സംഖ്യയാണ്. 30ന് മുമ്പുള്ള 29, ശേഷമുള്ളത് 31. ഇത് രണ്ടും
പ്രൈം നമ്പേഴ്സാണ് ഭാജ്യസംഖ്യകളാണ്. 36 മുമ്പുള്ള 35, ഇത് 37. 35 എക്സെപ്ഷണൽ കേസാണ്. 5 അവസാനിക്കുന്ന ഭാജ്യസംഖ്യ എന്നറിയാം. ഇവിടെ ഭാജ്യസംഖ്യയാണ് 37 പ്രൈം നമ്പർ. 42 മുമ്പുള്ള 41, 42 ശേഷമുള്ള 43, ഇത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്. 6ന്റെ ഗുണിതങ്ങൾക്ക് മുമ്പും ശേഷമുള്ളത്. 48 മുമ്പുള്ള 47, അതിന് ശേഷമുള്ള 49. 47 അഭാജ്യസംഖ്യയാണ്. 49 നമുക്കറിയാം അഭാജ്യസംഖ്യ അല്ല, എക്സെപ്ഷണൽ കേസാണ്. 25, 35, 49. ഇനി 54 മുമ്പുള്ളത് 53, 54 ശേഷമുള്ള 55. 55 എക്സെപ്ഷണൽ കേസ്. 55 അഭാജ്യസംഖ്യ അല്ല, ഭാജ്യസംഖ്യയാണ്. 5ന്റെ ഗുണിതമാണ്. 53 അഭാജ്യസംഖ്യ. 60 മുമ്പുള്ളത് 59, ശേഷമുള്ള 61, ഇത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക, അതായത് 1 + 2 + 3 + എക്സെട്ര പ്ലസ് n എന്ന് പറയുന്നത് n × n + 1/2. ഈ ഫോർമുലാസ് ബൈഹാർട്ടാക്കുക. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക, വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ, 1² + 2² + എക്സെട്ര + n². അതിൻ്റെ ഫോർമുല n × n + 1 × 2n + 1/6. ഇതെല്ലാം ഹൃദയസ്ഥാക്കി വെച്ചാൽ മതി. ഫോർമുല പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ അല്ലെങ്കിൽ ഘനങ്ങളുടെ, ക്യൂബുകളുടെ വേറൊരു പേരാണ് ഘനങ്ങൾ, ഘനങ്ങളുടെ തുക, അതായത് 1³ + 2³ + 3³ + എക്സെട്ര + n³ n × n + 1/2 the whole square. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല, അതായത് 1 + 3 + 5 + 7 + എക്സെട്ര n. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n + 1. ഈ ഫോർമുലകൾ ബൈഹാർട്ടാക്കി വെക്കുക. ബൈഹാർട്ടാക്കി വെച്ചാൽ നമുക്ക് എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ, കൗണ്ടിങ് നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര, അതിൽ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1 ആണ്. PSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 ആണ്. 1, 3, 5, 7, 9 എക്സെട്ര ഒറ്റ സംഖ്യ, ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 ആണ്. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ, ഇരട്ട സംഖ്യകൾ അങ്ങനെ തുടങ്ങുന്ന ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8, 10, 12 അങ്ങനെ. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാണ്? 2, 2ലാണ് തുടങ്ങുന്നത്. ഇനി ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നതും 2 ആണ്. അഭാജ്യ സംഖ്യ എന്ന് പറയാൻ പ്രൈം നമ്പർ, ആ സംഖ്യയും 1 മാത്രമേ ഘടകങ്ങൾ കാണത്തുള്ളൂ. അതായത് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. ഇരട്ട സംഖ്യയായ ഒരേ ഒരു അഭാജ്യ സംഖ്യയും 2 ആണ്. അഭാജ്യ സംഖ്യ പ്രൈം നമ്പേഴ്സ് എങ്ങനെയാ തുടങ്ങുന്നത്? 2, 3, 5, 7, 11, 13 അങ്ങനെ അങ്ങോട്ട് പോകും, 17 അങ്ങനെ അങ്ങോട്ട് പോകും. ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ 2 ആണ്. ബാക്കി എല്ലാ ഒറ്റ സംഖ്യകളായിരിക്കും പ്രൈം നമ്പേഴ്സ്. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യയാണ് 1. 1 പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. 1 ഭാജ്യസംഖ്യയല്ല, അഭാജ്യ സംഖ്യയല്ല. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ 4 ആണ്. 1 ഭാജ്യസംഖ്യ അഭാജ്യസംഖ്യ അല്ല, 2, 3 അഭാജ്യ സംഖ്യകളാണ്. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ 4 ആണ്. 4ന്റെ ഘടകങ്ങൾ 1, 2, 4. 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യ ആയിരിക്കും, കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. 2, 3 എന്ന് പറഞ്ഞാൽ 1, 3 മാത്രമേ ഉള്ളൂ ഘടകം. 7 എന്ന് പറഞ്ഞാൽ 1, 7 മാത്രമേ ഉള്ളൂ. അവയെ അഭാജ്യ സംഖ്യകളല്ലേ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1ഉം ആ സംഖ്യ മാത്രം ഘടകങ്ങളുള്ളവയെ അഭാജ്യ സംഖ്യ അല്ലെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു. വേരിയബിൾസ് വരുമ്പോൾ, വേരിയബിൾസ് എന്ന് പറയുന്ന ആ ലെറ്റർ അതിനകത്തുള്ള വേരി ചെയ്യുന്നത്, വ്യത്യാസപ്പെടുന്നത്. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ് എക്സ്, അതായത് 3x. എക്സ് പ്ലസ് അങ്ങനെ 4 ടൈംസ് എക്സ് ആണ് 4x. a + 3a എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈക്ക് ടേംസ് ആണ്, 2 aയിലുള്ള ടേംസ് ആണ്. നമുക്ക് ഇങ്ങനെ കൂട്ടാം. a എന്ന് പറഞ്ഞാൽ 1a + 3a എന്ന് പറഞ്ഞാൽ 4a. 4a + 7a + 2a ഇതെല്ലാം ലൈക്ക് ടേംസ് ആണ്, എയിലുള്ള ടേംസ് ആയതുകൊണ്ട് വെറുതെ കൂട്ടി എഴുതിയാൽ മതി. 4aയും 7aയും കൂടെ കൂട്ടുമ്പോൾ 11a + 2a 13a വരും. 2a + 5b + 3a - 6b ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലൈക്ക് ടേംസ് ഒന്നിച്ചെഴുതും. a ടേംസ് 2a 3a 2a + 3a ഒന്നിച്ചെഴുതും. ഇനി ഒരു +5b - 6b അതും ഒന്നിച്ചെഴുതും. അതായത് 2a + 3a എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കൂട്ടാം. എയും ബിയും കൂടെ ഒന്നിച്ചിട്ട് കൂട്ടാൻ പറ്റത്തില്ല, ലൈക്ക് ടേംസ്. 5a ഇനി +5b - 6b 2 എതിർചിഹ്നങ്ങളാണ്, ലൈക്ക് ടേംസ് ആണ്. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം, 6ൽ നിന്ന് 5 പോയാൽ 1, വലുതിന്റെ ചിഹ്നം മൈനസ്, അതായത് -1b. 6b നിന്ന് 5b പോയാൽ
1b, അതായത് വലിയ സംഖ്യയുടെ ചിഹ്നം നോക്കുക. ആറിന്റെ ചിഹ്നം നെഗറ്റീവ്, 6b ചിഹ്നം നെഗറ്റീവ് 1b, അതായത് 5a മൈനസ് 1b മീൻസ് മൈനസ് ബി. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് 3 ടൈംസ് റൂട്ട് എക്സ്, അതായത് 3 റൂട്ട് എക്സ്. 1 ബൈ റൂട്ട് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എക്സ് 4 ടൈംസ് 1 ബൈ റൂട്ട് എക്സ്, ദാറ്റ് ഈസ് 4 ഇൻറ്റു 1 ബൈ റൂട്ട് എക്സ്, 4 ടൈംസ് ഈസ് 4 ബൈ റൂട്ട് എക്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ക്ലാസ്സുകൾ തുടരുന്നതാണ്. ഇത് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ക്യാപ്സൂൾ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്